ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ട് താറാവ് റോസ്റ്റ് ഉണ്ടാക്കാനാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം ഗൈസ്. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കുരുമുളക് ഇത്തിരി മതി ഗൈസ്, ഇഞ്ചിയും ഒക്കെ പാടെ ഒന്ന് ക്രഷ് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക ഗൈസ്. ചേർത്ത് ആ ക്ലിപ്പൊന്ന് മിസ്സായിപ്പോയി ഗൈസ്, അതുകൊണ്ടാണ് ഗൈസ് പറഞ്ഞത് ഗൈസ്. അപ്പോൾ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഗൈസ്. അടുത്തതായിട്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിന് വെച്ചാൽ വേണ്ട നിങ്ങൾ എത്ര ഇട്ടോളൂ ഗൈസ്. അടുത്തതായിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഗൈസ്. കുറച്ച് മല്ലിപ്പൊടി നമുക്ക് വേണ്ട അത്ര ഇട്ടുള്ളൂ ഗൈസ്. അതേമാതിരി കുറച്ച് മഞ്ഞപ്പൊടി കൊണ്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും വേവിക്കുമ്പോഴും നമ്മൾ മഞ്ഞപ്പൊടി ഇടും. അപ്പോൾ ഈ റോസ്റ്റിൻ്റെ ഹൈലൈറ്റ് കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് കുറച്ച് കുറേ ഇട്ടുള്ളൂ ഗൈസ്. അപ്പോഴാണ് കുറച്ച് നല്ല ടേസ്റ്റും കാര്യങ്ങളും കിട്ടുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. മസാലയൊക്കെ കുറച്ച് ഗരം മസാലയും കൂടി ഇടുക ഗൈസ്. ഗൈസ്, അപ്പോൾ നമുക്ക് താറാവ് കുക്ക് ചെയ്ത വെള്ളം ഒന്ന് ഒഴിച്ചെടുക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് താറാവിൻ്റെ കൂടെ കപ്പയും കൂടി പിടിക്കാം ഗൈസ്. അപ്പോൾ കപ്പയും കൂടി കുക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. ഗൈസ്, അപ്പോൾ നമുക്ക് താറാവും കൂടി ഇട്ട് കൊടുക്കാം ഗൈസ്. ഗൈസ്, അപ്പോൾ കപ്പയും താറാവും ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് കഴിച്ചു നോക്കാം. ഒന്ന് ഒരു പീസ് കപ്പ എടുക്കുക ഗൈസ്. താറാവും ഒന്ന് എടുത്തു കഴിച്ചു നോക്കാം. അടുത്തൊരു പുതിയ വീഡിയോ കൊണ്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.